പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്ത എൻ്റെ +2 ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററിയുടെ 25ാമത്തെ ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. കോൾഡ് വാർ എന്ന് പറയുന്ന ആ ചാപ്റ്റർ, ശീതസമരവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. ഇതിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറും ആണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ്സുകൾക്കൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലാണ് ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത്. അതിനുശേഷം 2024 ഒക്ടോബറിൽ നടന്നു. ഇനി വരുന്ന 2025-26 എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം പുതിയ രീതി അനുസരിച്ച് മൊത്തം സിലബസിന്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ചാപ്റ്ററാണ് 25ാമത്തെ ചാപ്റ്റർ. അത് വരുന്ന 2 മാർക്കും 3 മാർക്കും 5 മാർക്കും ഒക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു. ഇന്ന് ഇതിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് 1 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, 1 വേർഡ് ആൻസർ ആയി വരുന്ന ഒരു 11 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നിനും ഓരോ മാർക്കാണ്. നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും. ഈ പറയുന്ന ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിന്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ്, ഇപ്പൊ 25ാമത്തെ ചാപ്റ്ററാണ് 25.1 25.2 പറഞ്ഞിട്ട് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന്റെ ആൻസർ അതേ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തും ഉണ്ടായിരിക്കും. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നന്നായി പ്രാക്ടീസ് ചെയ്താലാണ് ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ. മറ്റുള്ള 2 മാർക്കും 3 മാർക്കും 4 മാർക്കും ഒക്കെ ഗൈഡ് പഠിച്ചാലും പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, എല്ലാ വിഷയത്തിന്റെ മലയാളത്തിലുള്ള ഗൈഡുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് 2 ഐഡിയോളജീസ് ക്ലാഷ്, അതായത് ശീതസമരത്തിൽ ക്ലാഷ് ചെയ്തിട്ടുള്ള 2 ഐഡിയോളജി ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ലിബറേഷൻ, അതുപോലെ മാർക്സിസം, ലെനിസം. ഇതാണ് ഈ ശീതസമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ടുള്ള 2 ഐഡിയോളജി, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ലിബറേഷനും മാർക്സിസം, ലെനിസം. രണ്ടാമത് വിച്ച് വേർ ദ ന്യൂസ് സർവീസ്, ഏതൊക്കെ ന്യൂസ് സർവീസസ് ആണ് USA-യിലും USSR-ലും സെറ്റപ്പ് ചെയ്തത്? വോയിസ് ഓഫ് അമേരിക്ക ആൻഡ് റേഡിയോ ന്യൂസ് മോസ്കോ ആണ്. വോയിസ് ഓഫ് അമേരിക്കയും റേഡിയോ മോസ്കോ ആണ്. മൂന്നാമത് വിച്ച് കൺട്രീസ് ഫ്യൂച്ചർ വാസ് ഡിസ്കസ് ദി യാൾട്ട കോൺഫറൻസ്, ഏത് കൺട്രീസ് ആണ് ഭാവിയിൽ യാൾട്ട കോൺഫറൻസിന് ഡിസ്കസ് ചെയ്ത കൺട്രി ഏതാണ്? പോളണ്ട് ആണ്. നാലാമത് വിച്ച് ലീഡർ കോയിൻഡ് ദി ഫേമസ് ടേം അയൺ കർട്ടൻ, അയൺ കർട്ടൻ എന്നുള്ള ഒരു ഫേമസ് ടേം കൊണ്ടുവന്ന ലീഡർ ആരാണ് എന്നുള്ളതാണ്? ചർച്ചിലാണ്. അഞ്ചാമത് വാട്ട് വാസ് ദ എയിം ഓഫ് ദി ട്രുമാൻ ഡോക്ട്രിൻ, ട്രുമാൻ ഡോക്ട്രിന്റെ ലക്ഷ്യം എന്താന്നുള്ളതാണ് പറയുന്നത്. നോർത്ത് അറ്റ്ലാന്റിക്, അതായത് കണ്ടെയ്ൻമെന്റ് ആണ്, കണ്ടെയ്ൻമെന്റ് ആയിട്ടാണ് വരുന്നത്. വാട്ട് ഡസ് ദി നാറ്റോസ്, എന്താ നാറ്റോന്റെ ഫുൾ ഫോം? നാറ്റോ എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. അടുത്തത് വാട്ട് ഡസ് PRS, എന്താണ് PRS എന്ന് പറഞ്ഞാല്? വാട്ട് ഡസ് ദി നാറ്റോ നമ്മൾ പറഞ്ഞു നോർത്ത് അറ്റ്ലാന്റിക്. അടുത്ത് വാട്ട് ഡസ് ദി PRS സ്റ്റാൻഡ്? PRS സ്റ്റാൻഡ് പീപ്പിൾ ഓഫ് റിപ്പബ്ലിക് ചൈന എന്നുള്ളതാണ് പറയുന്നത്. PRC എന്നാണ്, പീപ്പിൾ ഓഫ് റിപ്പബ്ലിക് ചൈന. അടുത്ത് വെൻ ഡിഡ് ബെർലിൻ വാൾ കൊളാപ്സ്, എപ്പോഴാണ് ബെർലിൻ കൊളാപ്സ് ചെയ്തത്, കൂട്ടിമുട്ടിയത്? 1989-90 കാലഘട്ടത്തിൽ. അടുത്ത് വാട്ട് വാസ് SDI, SDIയുടെ ഫുൾ ഫോം എന്താണ്? സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനീഷ്യേറ്റീവ് ആണ്. പത്താമത് വാട്ട് വാസ് ഗ്ലാനോസ്റ്റ് ആൻഡ് പെർസ്പെക്ട്, എന്താണ് ഗ്ലാനോസ്റ്റും പെർസ്പെക്റ്റും? ഓപ്പൺസ്, അതായത് ഗ്ലാനോസ് എന്ന് പറഞ്ഞാല് ഓപ്പൺസ് ആൻഡ് റീസ്ട്രക്ചറിങ് ആണ്. 11ാമത് വിച്ച് സിമ്പിൾ സിംബലൈസ് ദി എൻഡ് ഓഫ് ദി, ഏത് സിമ്പിൾ ആണ് സിംബലൈസ് ചെയ്തത് കോൾഡ് വാറിനെ? കൊളാപ്സ് ഓഫ് ദി ബെർലിൻ വാൾ ആണ്. കൊളാപ്സ്, ബെർലിൻ വാളിന്റെ കൊളാപ്സ് ആണ്. അതാണ് എന്ത് ചെയ്യുന്നത്? കോൾഡ് വാറിന്റെ സിമ്പിൾ ആയിട്ട് വരുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി തുടർന്നുള്ള ചാപ്റ്ററുകളൊക്കെ കിട്ടാൻ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയത്തിന്റെ മലയാളത്തിന്റെ ഗൈഡുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ക്ലാസ് നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും, പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. അതിന്റെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ കോൺടാക്ട് ചെയ്യുക. അതുപോലെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷനും കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള
ടെക്സ്റ്റ് ബുക്ക്, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ബോസ് എഡ്യൂക്കേഷന്റെ കീഴിൽ SSLC +2 നൽകുന്നുണ്ട്. ശ്രീനാരായണ അയ്യപ്പൻ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.